ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും അവിടെ സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ചെറുതായിട്ടുള്ളൊരു ക്ലീനിങ് ആയിട്ടാണ്. എന്നാൽ എല്ലാത്തോടത്തും എത്തിയിട്ടുള്ളൊരു ക്ലീനിങ് കൂടിയാണ്. അപ്പോൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തേക്ക് ചപ്പാത്തിയും കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കടലക്കറിയിൽ തേങ്ങ അരക്കുമ്പോൾ കുറച്ച് കടല, വേവിക്കാത്ത കടല അതിലിട്ട് എടുത്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമ്മളെ ഈ കറിക്കൊക്കെ ഒരു കട്ടി കിട്ടും കേട്ടോ, കുറുക്കത്തിൽ കിട്ടും. അപ്പം അങ്ങനെ മോള് മദ്രസൊക്കെ വിട്ടുവന്ന് ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഇന്ന് ക്ലീനിങ് എടുക്കണം എന്ന് വിചാരിച്ച് നിന്നതൊന്നല്ല കേട്ടോ. എനിക്ക് എടുക്കണം തോന്നുമ്പോൾ അപ്പം അങ്ങനെ എടുക്കലാണ്. അത് ഇനി എടുക്കാനായിക്കണല്ലോ എന്ന് നമുക്കറിയുമല്ലോ നമ്മളെ വീട്ടിലുള്ളത്. അപ്പം അങ്ങനെ ഒന്ന് എടുക്കാറാണ് ചെയ്യൽ. അപ്പോൾ ഇതൊക്കെ പാത്രങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇട്ട് കഴുകട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കരിയൊക്കെ എടുത്ത് കുത്തിപ്പൊടിച്ചിട്ടാണ് കഴുകണത്. നമുക്ക് കരിയൊക്കെ ഒന്ന് കരിക്കട്ട കുത്തിപ്പൊടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പാത്രങ്ങളൊക്കെ ഒന്നും കൂടി നല്ലതാണ്, ഒന്നും കൂടി നിറം കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഫെയറൊക്കെ കൂട്ടിയിട്ട് അതൊക്കെ കഴുകി എടുക്കുകയാണ്. ഇതാ പാത്രങ്ങളൊക്കെ കണ്ടോ ഒന്നും കൂടി ഇതായി തിളക്കൊക്കെ വന്നിട്ടുണ്ട്. എന്നും നമുക്ക് എടുക്കാൻ മടിയാവുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഉള്ളിലേക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ സിങ്കും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ. അതൊക്കെ എന്നും ചെയ്യണ തന്നെയാണ്. പിന്നെ ഇത് അടിക്കാൻ തുടക്കാനൊക്കെ നിന്നപ്പോൾ മനസ്സ് തോന്നിയാണ് കേട്ടോ, ഒന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ക്ലീനാക്കി എടുക്കട്ടേന്ന്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ ജനലിൻ്റെ അതിലൊക്കെ ഒന്ന് തട്ടിയാണ്ട് പോകുന്ന തന്നെയാണ് കേട്ടോ. ചൂലുണ്ട് അപ്പം തന്നെ അങ്ങനെ തട്ടിയിട്ട് പോകുന്നതാണ്. പക്ഷേ നമ്മൾ എന്നൊന്നും തുറന്നിട്ട് അടിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ ഇനിയൊന്ന് അടിക്കാനയക്കണമെന്ന് നമുക്ക് തോന്നൂല. അപ്പോൾ ഒന്ന് തുറന്നിട്ടിട്ടൊന്ന് ആകൊന്ന് അടിച്ച് പുറത്തുനിന്നും ഉള്ളിൽ നിന്നൊക്കെ ആയിട്ടൊന്ന് അടിച്ച് ജനലിൻ്റെ കമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് ഇതാക്കിയിട്ടൊന്ന് നേരാക്കിയിട്ട് എടുക്കുന്നതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്ന് വീഡിയോ എടുക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ചാകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വല്ലാതെ ഡീപ്പായിട്ടുള്ള പണിയായിട്ട് വരില്ല കേട്ടോ. പിന്നെ ഇത് അങ്ങനെ അടിക്കലൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സോപ്പും പൊടിയും ഇട്ട് വെക്കട്ടെ. ബെഡ്ഷീറ്റൊക്കെ മാറ്റണം തോന്നുമ്പോൾ അപ്പം ഞാനങ്ങനെ മാറ്റലാണ് കേട്ടോ. നമുക്കത് മുഴിഞ്ഞിക്കണമെന്ന് തോന്നുമ്പോൾ അതങ്ങനെ അലക്കി വേറെ ഇടലാണ്. ഇത് ലിക്വിഡൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കട്ടെ. എന്താ ജനലും ഞാൻ പുറത്തു കൂടെ പോയിട്ട് ഇങ്ങനെ തുടച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഈ ഒരു സിറ്റ് ഔട്ടിൽ നമ്മളെ ഹാളത്തെ ജനലിങ്ങനെ ഇവിടെ മുന്നിലുള്ളത് അതങ്ങനെ തുടച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചൂലുകൊണ്ട് തട്ടിയിട്ട് പോന്നിട്ട് തന്നെ ഉള്ളൂ കേട്ടോ.
ഇനി ആകെ ഒന്ന് നിലമൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. തുടക്കലൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴാണ് കേട്ടോ നല്ല മഴ പെയ്തത്. അപ്പോൾ പിന്നെ ജനലുകളൊക്കെ തുറന്നിട്ടിക്കല്ല, അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ചിടട്ടെ. ഇനി ചെറുതായിട്ടൊരു ക്ലീനിങ് എടുത്താൽ തന്നെ പിന്നെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖം തന്നെയാണല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളും എടുക്കാറുണ്ടാവൂലേ. അപ്പോൾ എല്ലാം പാടും ഒരു ദിവസം തന്നെ ഒറ്റയ്ക്ക് അങ്ങനെ എടുക്കുക എല്ലാവരും നല്ലത്. ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് കുറേശ്ശായിട്ടൊക്കെ എടുക്കണ തന്നെയാണ് കേട്ടോ നല്ലത്. പിന്നെ ഇതാ തുടപ്പൊക്കെ ഒന്ന് തിരുമ്പി എടുക്കട്ടെ. പിന്നെ 2-3 ചവിട്ടിയൊക്കെ ഉണ്ട് ബാത്റൂമിൻ്റെ മുന്നിലൊക്കെ ഇട്ടീന്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.